എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 21 വേൾഡ് അൽഷീമിയേഴ്സ് ഡേ ആണ്. ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡെമൻഷ്യ എന്നതാണ്. മനുഷ്യരുടെ ഓർമ്മകളെ താളം തെറ്റിക്കുകയും പതുക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അൽഷീമിയേഴ്സ് ഡിസീസ്. 60-65 വയസ്സ് കഴിയുമ്പോൾ കൂടുതലായിട്ടും മേധാശയം, മറവി രോഗം അല്ലെങ്കിൽ ഡെമൻഷ്യ കാണപ്പെടുന്നു. നമ്മുടെ ചുറ്റുപാടുമിടയിൽ ആളുകളിൽ ഇത് കൂടുതലാണ്. ഇവരെ കൂടുതലായിട്ട് തിരിച്ചറിയുവാനോ ചികിത്സിക്കാനോ ഉള്ള ഒരു പരിമിതി നാം അഭിമുഖീകരിക്കാറുണ്ട്. എങ്ങനെയാണ് അൽഷീമിയേഴ്സ് ഡിസീസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നു. നമ്മുടെ ബ്രെയിനിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തലാമസ്. ആ തലാമസിലെ സെൽസിന്, കോശങ്ങൾക്ക് ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ അൽഷീമിയേഴ്സ് വരുന്നു. അവിടെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറയുന്നു, നെർവ് സിഗ്നൽസ് കുറയുന്നു. അങ്ങനെ ആ തലാമസിൻ്റെ ഫങ്ഷൻസ് കൂടുതലായിട്ടും കുറയുന്നു. നമ്മുടെ ബ്രെയിനിലുള്ള കാര്യങ്ങൾ, പല ഓർമ്മകളും പല കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാനും സ്റ്റോർ ചെയ്യുവാനും തലാമസിന് ഫങ്ഷനാണ്. പക്ഷേ അത് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള രോഗങ്ങൾ കാണിക്കുന്നു. കൂടുതലായിട്ടും പ്രായമുള്ളവരിലാണ് ഈ രോഗം കാണുന്നതെന്ന് നാം പറഞ്ഞു. എങ്കിലും പ്രായം കുറഞ്ഞവരിലും ഇത് കാണുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. ഒന്ന്, തൈറോയിഡ് ഡിസീസസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിസീസസ്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ്. പിന്നെ സെർബ്രോസൈനൽ ഫ്ലൂയിഡിലുള്ള ഒരു പ്രഷർ കൂടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കൊളസ്ട്രോളിമിയ, ഇവയൊക്കെ പല കാരണങ്ങളായിട്ട് പറയുന്നു. കാരണം ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അവിടെ വെസൽസിൻ്റെ ഡയലേഷൻ കുറയുകയും അതുവഴി സെൽസിന് കൂടുതലായിട്ടും രക്തയോട്ടം കിട്ടാതെ വരികയും ചെയ്യുന്നു. അതുവഴി കോശങ്ങൾ നശിച്ചു പോകുന്നു. അങ്ങനെ പല കാരണങ്ങൾ ഈ ഒരു രോഗത്തിന് പറയുന്നു. വീണ്ടും ഒരു കണ്ടീഷൻ, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, അതും മറവി രോഗത്തിന് ഒരു കാരണമായിട്ട് പറയുന്നു. അപ്പോൾ രോഗത്തെ നിർണ്ണയിക്കുക എന്നത് വളരെ അധികം ആവശ്യമുള്ള കാര്യമാണ്. അപ്പം എന്തൊക്കെയാണ് ഈ രോഗി കാണിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ ചില ആളുകൾ നല്ല ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് കുറേ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം അവരവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാനായിട്ട് മറന്നു പോകുന്നത് നാം കാണാം. ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങൾ, അതായത് രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു വീട്ടിൽ ലേഡി ആണെങ്കിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം എങ്ങനെയാണത് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പച്ചക്കറി അരിയാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ഒരുമിച്ച് കറി വെക്കാനായിട്ട് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് മറന്നു പോകുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അവർ കാണിക്കുന്നു. പല ആളുകളും അവർ ചെയ്യുന്ന ജോലിയിൽ പല മാറ്റങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, രൂപ എണ്ണുവാനും അത് കൗണ്ടിങ് ഡിഫിക്കൽറ്റി, മറ്റുള്ളവർക്ക് അത് കൈമാറുവാനുമുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു. സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ പേര് പോലും ചിലർ മറന്നു പോകുന്നു. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറന്നു പോകുന്നു. സ്വന്തം റൂം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ മറന്നു പോകുന്നു. ടോയ്ലറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ മറന്നു പോകുന്നു. അങ്ങനെ എഴുതാൻ വിട്ടുപോകുന്നു. മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ പല ഫീച്ചേഴ്സും ഇങ്ങനെയുള്ള ആളുകൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ രോഗം കാണുമ്പോൾ മാനസിക രോഗം എന്ന് ആക്കി ആ രോഗിയെ ഒരു കോർണറിലേക്ക് മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ ആ ഒരു മനോഭാവം കൂടുതൽ ആളുകളിൽ മാറി അവരെ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് ആളുകൾ മുന്നോട്ട് വരേണ്ടത്. ഒരു രോഗി ഇങ്ങനെ തൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു രോഗിയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അവരെ നേരെ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കാണ് എത്തിക്കേണ്ടത്. അവിടെ ഒന്നെങ്കിൽ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ്, അവരുടെ അടുത്തേക്കാണ് കൂടുതലായിട്ടും എത്തേണ്ടത്. അവിടെ കൂടുതൽ കുറേ ടെസ്റ്റുകൾ ചെയ്ത്, സൈക്കോന്യൂറോളജിക്കൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, സ്കാൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഡോക്ടേഴ്സ് തീരുമാനിക്കും അത് അൽഷീമിയേഴ്സ് ആണോ. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ രോഗം തീവ്രതയിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കുറയ്ക്കാം. ഇങ്ങനെയുള്ള രോഗികൾ കൂടുതലായിട്ടും പല പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അവർ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അതുപോലെ തന്നെ അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ,
വളരെയധികം ദേഷ്യം കാണിക്കുക, എപ്പോഴും തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും വിഷാദപ്പെട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ കാണിക്കാറുണ്ട്. പിന്നെ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് അവരെ സംശയരോഗത്തോടെയാണ് ഇവർ ചിലപ്പോൾ കാണുന്നത്. സ്വന്തം വൈഫിനെ അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡിനെയോ ഹസ്ബൻഡാണോ അല്ലെങ്കിൽ വൈഫാണോ എന്ന് തിരിച്ചറിയാതെ അവരെ ഉപദ്രവിക്കാനോ അവരെ ഇറക്കി വിടുവാനോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചുറ്റുപാടും കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കൂടുതലായിട്ടും കെയർ ടേക്കേഴ്സിനും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. കാരണം രോഗി കുറേ നാൾ കഴിയുമ്പോൾ രോഗിയുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. പല്ല് തേക്കാൻ മറന്നു പോകുന്നു, അതുപോലെ ടോയ്ലറ്റിൽ പോകുന്നു, മറക്കുന്നു, എവിടെ ടോയ്ലറ്റെന്ന് പോലും അറിയാതെ വാഷ് ബേസിനിലൊക്കെ പോയി ടോയ്ലറ്റിങ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് ഓഫാക്കാൻ മറന്നു പോകുന്നു, അവിടെ കൊണ്ട് വിറക് വെക്കുന്നു, അങ്ങനെ പല തീവ്രമായ അവസ്ഥ ചിലപ്പോൾ ഡേഞ്ചറിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഇവരിൽ നിന്നും കഴിവതും നമ്മൾ വസ്തുക്കളൊക്കെ മാറ്റിവെക്കുക, ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കൾ മാറ്റിവെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ കൂടുതലായിട്ട് അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. വീണ്ടും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരെ എപ്പോഴും അത് മറന്നുപോയോ ഇങ്ങനെയാണെന്ന് അവരെ കുറ്റപ്പെടുത്താതെ കുറച്ചുകൂടി ഹെൽപ്പിംഗ് ആയിട്ടുള്ള മെമ്മറി എയ്ഡ്സ്, നമ്മൾ കുറച്ച് പേരുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആദ്യ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഓർമ്മപ്പെടുത്തുവാൻ നോക്കുക. അവർക്ക് കുറച്ച് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ, പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ പാട്ട് കേൾപ്പിക്കുക. ഒരു കൊച്ചു കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ അവരെ കൈകാര്യം ചെയ്യുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് ഈ രോഗം മിക്കവരിലും കൂടുതലായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് രോഗം കൂടുതലായിട്ട് നിർണ്ണയിച്ച് അതിനെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് വളരെയധികം ആവശ്യമാണ്. ഇതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വ്യായാമം. എക്സസൈസുകൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് അരമണിക്കൂർ വെച്ച് ഒരു 5 ദിവസം ആഴ്ചയിൽ എക്സസൈസ് ചെയ്യുക എന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ രോഗം നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ മാറ്റി നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കൂടുമ്പം ബ്രെയിൻ ഫംഗ്ഷൻ നല്ലതായിട്ട് നടക്കും. അതുവഴി ഇത് കുറയാനായിട്ട് സഹായിക്കും. പിന്നെ അവർക്ക് കൂടുതലായിട്ട് മെമ്മറി എയ്ഡ്സ് ഒക്കെ കൊടുക്കുക, കലണ്ടേഴ്സ് വെക്കുക. കാരണം അവർക്ക് സമയം അറിയത്തില്ല, എന്താ രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടോ എന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കുഞ്ഞു ക്ലോക്സ് ഒക്കെ നമുക്ക് ഓരോ റൂമിലും പ്രൊവൈഡ് ചെയ്യാം. വലിയ അക്ഷരത്തിൽ നമുക്ക് ഡയറക്ഷൻസ് കൊടുക്കാം, ഇന്ന റൂമാണ്, ഇന്ന ആളുടെ റൂമാണെന്നൊക്കെ പേരൊക്കെ എഴുതി വെക്കാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്യൂസ് നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പകൽ വീടുകളുണ്ട്. ഇപ്പം വീട്ടിൽ തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ പകൽ വീടുകളിൽ പോയി ക്ലിനിക്സിലൊക്കെ പോയി മെമ്മറി ക്ലിനിക്സിൽ ഒക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഒരു ഗ്രൂപ്പ് തെറാപ്പിയും അവർക്ക് കിട്ടും. അതുകൊണ്ട് അൽഷീമിയസ് ഡിസീസ് എന്നൊരു രോഗം, ആ രോഗിയെ നമ്മൾ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുക. അവരുടെ കെയർ ടേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ കൂടുതലുള്ള അവയർനെസ്സും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡെമൻഷ്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡെമൻഷ്യ എന്നത് മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാം. താങ്ക്